അവർക്ക് 8 വയസ്സ് മുതലാണ് ഇത് കണ്ടു തുടങ്ങിയത്. അപ്പോൾ ആദ്യത്തെയൊക്കെ ഞാൻ വിചാരിച്ച് കൊച്ചു പരുവത്തിലുള്ള വികൃതികളായിരിക്കും ഈ കാണിക്കുന്നതെന്ന്. അതിനുശേഷമാണ് ഇങ്ങനെ നല്ല ഇതായിട്ട് തോന്നിയത്. അങ്ങനെ റാണി നായരെ കാണിച്ച് പിന്നെ അനന്തപുരിയിൽ കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ കാണിച്ച്. ഇനി കാണിക്കാനായിട്ട് ഒരു ഡോക്ടർമാരും ഇല്ല. എല്ലാ ഡോക്ടർമാരെയും കാണിച്ച് അവസാനം പിന്നെ അമൃതയിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ചികിത്സയില്ല, ഇവർക്ക് ഇതിനെപ്പറ്റി ചികിത്സ കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല എന്ന് പറഞ്ഞു. ഇപ്പം പിന്നെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരും അത് തന്നെ പറഞ്ഞു കഴിഞ്ഞത് ചികിത്സിക്കാൻ ഇനി ഒന്നുമില്ല എന്ന്. അപ്പം അവർ ഗുളികയൊക്കെ കുറിച്ച് തന്നിട്ടുണ്ട്, അത് എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. അപ്പം മോന് ജന്നിയുടെ അസുഖം കൂടെ ഉണ്ട്. ഇത് വന്നതിന് ശേഷം ജന്നി വരും. അപ്പോൾ ജന്നിക്കും അതിനൊക്കെ കൂടെ ജന്നീൻ്റെ ഗുളികയൊക്കെ മേടിക്കുന്ന പുറത്തു നിന്നാണ് മേടിക്കുന്നത്. അപ്പോൾ ഒരുപാട് പൈസയാവും. ഇത്രയും വർഷം ഉണ്ടാക്കിയ സമ്പാദ്യം മൊത്തം അവർക്ക് വേണ്ടി തന്നെയാണ് ചിലവാക്കിയത്. എന്നിട്ട് കടവും ഇന്ന് ഈ ബാങ്ക് വേറെ ജപ്തി എത്തി നിൽക്കുകയാണ്. വെളിയിലെ കടങ്ങളും ഉണ്ട്. പിന്നെ അവസാനം ആത്മഹത്യയുടെ വക്കിലെത്തിയിരിക്കുകയാണ്. ജീവിതത്തിന് യാതൊരു മാർഗവുമില്ല, ജീവിക്കാൻ ഒരു ഇതുമില്ല. ആത്മഹത്യക്ക് ശ്രമിച്ചതാണ് ഞങ്ങൾ. അവനത് ഇഷ്ടമല്ല, അവൻ മരിക്കണ്ടെന്നാണ് അവൻ പറയുന്നത്. മോള് തലകുലിക്ക് സമ്മതമാണെന്ന് പറഞ്ഞു. അല്ലാതെ വേറെ യാതൊരു നിവർത്തി ഇനി ഞങ്ങൾ കൊണ്ട് പറ്റത്തില്ല. ഞങ്ങൾ കൊണ്ടൊക്കാവുന്നത് അവരെ കൊണ്ടിട്ട് നോക്കി, പക്ഷെ അവരെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ആക്കാനായിട്ടും പറ്റത്തില്ല. ഞങ്ങൾ മരിക്കുന്നത് വരെ ഞങ്ങളവരെ നോക്കണമെന്നുള്ളൊരു താല്പര്യത്തിലാണ് നിൽക്കുന്നത്. പക്ഷെ അതിനൊക്കെ സാമ്പത്തികമായിട്ട് യാതൊന്നുമില്ല. ഏത് രൂപത്തിൽ പോകണമെന്നും യാതൊരു നിവർത്തിയും ഞങ്ങൾക്കിനിയില്ല. ഇവരെങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നും അറിയത്തില്ല. അവരുടെ അച്ഛൻ്റെ വിരൽ 2 എടുത്ത് ജോലി ചെയ്യാൻ പോകാൻ പറ്റത്തില്ല. എനിക്ക് ജോലി ചെയ്യാൻ പോകാൻ പറ്റില്ല. കാരണം 2 മക്കളെയും ഞങ്ങൾക്കകത്ത് ബാത്റൂമും മറ്റ് ഇത് യാതൊന്നുമില്ല. വെളിയിൽ വേണം കൊണ്ടുപോകണമെങ്കിൽ 2 പേരെ സഹായം ഉണ്ടെങ്കിലേ അവരെ ബാത്റൂമിൽ കൊണ്ടുപോകാനും കുളിപ്പിക്കാനും ഒക്കെ പറ്റത്തുള്ളൂ. അപ്പുറം 2 പേരും നിന്ന് പിടിച്ചെടുത്ത് കൊണ്ടുപോയി വേണം അതൊക്കെ ചെയ്തുകൊണ്ട് വരാൻ. ഇപ്പോഴുവരെ അങ്ങനെയാണ് കൊണ്ടു നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മറ്റ് നിത്യവൃത്തിക്ക് അവർക്ക് നിത്യവും ആഹാരം കൊടുക്കാനുള്ള നിവർത്തി പോലും ഇപ്പോഴും ഞങ്ങൾക്കില്ല. ആഹാരമെല്ലാം വാരി കൊടുക്കണം. വാരി കൊടുത്താൽ മാത്രമേ ആഹാരം കഴിക്കൂ. വെള്ളം വരെ പിടിച്ചു കൊടുക്കണം കുടിക്കാൻ. 2 പേരുടെയും സഹായത്താലാണ് ഇപ്പോൾ ദിനചര്യകൾ തന്നെ നടക്കുന്നത്. മരുന്നിനൊക്കെ ഒരുപാട് ചിലവാണ്. മരുന്ന് ചികിത്സിക്കാൻ ഇനി ഒരു സ്ഥലമല്ല. ഈ വലിയ ആശുപത്രികളിൽ കാണിച്ച് വർഷക്കണക്കിന് ചികിത്സ നടത്തി ഇപ്പോഴും യാതൊരു മാറ്റങ്ങളും ഇല്ല. ഇപ്പോഴും ഈ മരുന്നും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇപ്പോഴും സ്ഥിരമായിട്ട് കൊടുക്കുന്നുണ്ട്. സർക്കാർ ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന മരുന്നും പിന്നെ വെളിയിൽ നിന്ന് വില കൂടിയ ഗുളിക വാങ്ങിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ബാങ്കിൽ തന്നെ 35 ലക്ഷം രൂപയുടെ കടം ബാധ്യതയുണ്ട്. പിന്നെ നാട്ടുകാർക്ക് വാങ്ങിയവർക്ക് കൊടുക്കാനുമുണ്ട്. അങ്ങനെ സാമ്പത്തികമായിട്ട് വളരെ അധപ്പതനമാണ്. ഉള്ളതെല്ലാം അവർക്ക് വേണ്ടി ചിലവാക്കി അവരെ ഈ കുട്ടികൾ 2 പേരെയും ഏതെങ്കിലും അനാഥാലയത്തിലോ എവിടെയെങ്കിലും ആക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചു നോക്കി അവർ പോകില്ല. അതുകൊണ്ട് ഞങ്ങളുടെ മരണം വരെ ഞങ്ങൾക്ക് അവരെ ശുശ്രൂഷിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഞാൻ കല്ലുവാതുക്കൽ ഗ്രാമപഞ്ചായത്തിലെ ഈ ചാവർകോട് വാർഡിലെ മെമ്പറാണ്. എൻ്റെ പേര് വിജയൻ എന്നാണ്. ഈ കുട്ടികളുടെ അച്ഛൻ നമ്മളോട് അദ്ദേഹത്തിൻ്റെ ഈ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ പ്രദേശത്തുള്ള ജനങ്ങളെല്ലാം കൂടി സംഘടിപ്പിച്ചുകൊണ്ട് ഒരു യോഗം ചേരുകയും ഇവരുടെ സംരക്ഷണത്തിനായി നമ്മുടെ നാട്ടുകാരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതും അപ്പോൾ അതിന് പുറത്ത് നമ്മുടെ നാട്ടിലെ സന്മനസ്സുള്ള മനുഷ്യരെല്ലാം കൊണ്ട് എന്തെങ്കിലും സഹായങ്ങൾ ഈ കുടുംബത്തിന് ചെയ്യിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ചു. 8 വയസ്സ് മുതൽ ആ കുട്ടികളുടെ ചികിത്സയ്ക്ക് വേണ്ടി അദ്ദേഹം ഗൾഫിൽ പോയെല്ലാം തന്നെ ആദ്യം കാലത്ത് കുറേ സമ്പത്തെല്ലാം ഉണ്ടാക്കിയെങ്കിലും അതൊന്നും തികയാതെ വന്നു. അദ്ദേഹത്തിൻ്റെ കാലിൽ വിരലെല്ലാം എടുത്തു മാറ്റേണ്ടി വന്ന അവസ്ഥയിൽ നാട്ടിൽ വന്നു. തുടർന്ന് ഈ കുട്ടികളുടെ ചികിത്സയ്ക്ക് വേണ്ടി ഈ ഉണ്ടായിരുന്ന വസ്തുവും വീടും എല്ലാം തന്നെ പണയപ്പെടുത്തി സഹകരണ ബാങ്കിൽ പണയം വെച്ചു. അത് തന്നെ ഏകദേശം 35 ലക്ഷം രൂപയിലധികം ലോൺ കുടിശ്ശികയായി. അപ്പോൾ പുറത്ത് അല്ലാതെയുള്ള കൊച്ചു കടങ്ങൾ വേറെയുമുണ്ട്. അപ്പോൾ ഇത് ഒന്നും തന്നെ അദ്ദേഹത്തിന് താങ്ങാൻ വയ്യാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്.
അപ്പോൾ അദ്ദേഹത്തിന് ഈ കുട്ടികളുടെ സംരക്ഷണം, ഈ 2 കുട്ടികളുടെയും സംരക്ഷണം അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും തന്നെ ചെയ്യണമെന്നുള്ള വാശിയും അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തന്നെയാണ് അവർ ഇത്രയും കടമെല്ലാം വാങ്ങിക്കൊണ്ട് ഈ കുഞ്ഞുങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇത്രയും ശ്രമിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ കഴിയാത്തൊരവസ്ഥ വന്നപ്പോഴാണ് നമ്മുടെ പൊതുപ്രവർത്തകരോടും മറ്റും എല്ലാം തന്നെ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതും കടക്കണിയിൽ കിടക്കുന്ന ഇവരെ ഒന്ന് കരകയറ്റിയെടുക്കുന്നതിന് നമ്മുടെ നാട്ടിലെ സന്മനസ്സുള്ള ഓരോരുത്തരും സഹായിച്ചാൽ മാത്രമേ ഇനി ഇവരെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയൂ. അപ്പോൾ ആകെ ഉണ്ടായിരുന്ന ഈ ഒരു അന്ന് സമ്പാദിച്ച പൈസ എല്ലാം കൂടി തുരുകൂട്ടിയാണ് ഈ ഒരു വീട് നിർമ്മിച്ചത്. എന്നാൽ അതും കടക്കണിയിലായി, അതിൻ്റെ പണിയൊന്നും തന്നെ പൂർത്തീകരിക്കാനും കഴിഞ്ഞില്ല. ആ ഒരവസ്ഥയാണ്. വയലിലാണ് വീട് വെച്ചത്. അതുകൊണ്ട് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് നമ്പർ പോലും ആ വീടിന് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ നിലവിലുണ്ടായി. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഏറ്റവും പ്രധാന ബുദ്ധിമുട്ടുകൾ. ഈ കുട്ടികളുടെ സംരക്ഷണ ചുമതലയും അതുപോലെ തന്നെ ഈ കുടുംബത്തിനെയും ഈ ബാധ്യതയിൽ നിന്നെല്ലാം കരകയറ്റുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു കമ്മിറ്റി എല്ലാം ചേർന്നുകൊണ്ട് ഈ പൊതുജന കൂട്ടായ്മ സംഘടിപ്പിച്ചുകൊണ്ട് ഈ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കളക്ഷൻ നടത്തി ഇവരെ ഒന്ന് സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മുടെ ഈ പ്രദേശത്തെ ജനങ്ങളെല്ലാം ഒറ്റ മനസ്സോടുകൂടി ഒരു രാഷ്ട്രീയവുമില്ലാതെ ഒരു രാഷ്ട്രീയ വ്യത്യാസവും ഇല്ലാതെ എല്ലാവരും കൈകോർത്തുകൊണ്ടാണ് ഈ ഒരു സംരംഭം തുടങ്ങിയത്. അപ്പോൾ അവരെ സഹായിക്കുക, ആ കുഞ്ഞുങ്ങൾക്ക് ഇനിയെങ്കിലും ഒരു മേൽഗതി ഉണ്ടായി അവരുടെ സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാൻ, അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ അവർക്ക് അവരുടെ മാതാപിതാക്കളുടെ സംരക്ഷണയിൽ തന്നെ കിടക്കാൻ കഴിയുന്നൊരു അവസരം നമുക്ക് എല്ലാവർക്കും കൂടി ഒരുക്കാൻ കഴിയണം. അതാണ് എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും ബഹുമാനപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത്.